ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ പേടിഎമ്മിലോട്ടോ അല്ലെങ്കിൽ ബാങ്കിലോട്ടൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റൻറ്റ് വിഡ്രോയിലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ആദ്യമേ പറയാം. ആപ്ലിക്കേഷൻ്റെ പേര് പ്ലേഷിപ്പ് എന്നാണ്, സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി അറിയായിരിക്കും. അപ്പോൾ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നില്ല. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് ക്യാഷ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ 10 രൂപയിലും മിനിമം ആഡ് ചെയ്യണം. 5 രൂപയുടെ ടൂർണമെൻറ്റ്സും ബാറ്റിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ക്യാഷ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങളെന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നേരെ പോയിട്ട് ക്യാഷ് ആഡ് ചെയ്യാതെ നിങ്ങൾ അതിന് ഫ്രീ ഗെയിംസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൽ ചിപ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചിപ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് വെറുതെ കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് ക്യാഷൊക്കെ ആഡ് ചെയ്തിട്ട് കളിക്കുക. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ആക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. പുതിയ അടിപൊളി മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് കിട്ടാനായിട്ട് ഉറപ്പായിട്ടും വാട്സപ്പും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. അതിനുള്ള ലിങ്കും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ ഗിവ് വിന്നർ ഈ ഒരു വീഡിയോക്ക് അവസാനം സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ പേടി നമ്പർ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പ്ലേഷിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു ബ്രൗസർ സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു ബ്രൗസർ സെലക്ട് ചെയ്യുക. അപ്പം ആ ഒരു ബ്രൗസറിൽ പോയിട്ട് ലോഡ് ചെയ്തിട്ട് ഇതുപോലൊരു പേജിലായിരിക്കും നിങ്ങൾക്ക് വന്നെത്താം. അപ്പോൾ ഒരു താഴെയായിട്ട് ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു ഐ അഗ്രി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോഴായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പേടിഎം നമ്പർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള ആ ഒരു സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അവർ സെൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ കൊടുത്ത് വെരിഫൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളോട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ബോണസായിട്ട് നിങ്ങൾക്ക് കുറച്ച് ചിപ്സൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ റെഫറൽ കോഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോഴായിട്ട് എൻ്റർ ഹിയർ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു കോഡ് തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാന്നല്ലേ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബോണസ് ക്യാഷ് അത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും റെഫറൽ കോഡ് എൻ്റർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഒരുപാട് ഗെയിംസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ താഴെയായിട്ടുണ്ടെങ്കിൽ 3 സെക്ഷൻ ഉണ്ട്. ഓൾ ഗെയിംസ്, മൈ പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഗെയിംസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഗെയിംസ് ഉണ്ട്. അതുപോലെ ബാറ്റിൽസും ഉണ്ട്, ടൂർണമെൻറ്റ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഓക്കെ, അടിപൊളി ഗെയിംസൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബോണസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബോണസ് ക്യാഷ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോണസ് ക്യാഷ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10% നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ക്യാഷ് ആഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മാച്ചിൽ നമ്മൾ എൻ്റർ ചെയ്യണം. ഇപ്പോൾ 5 രൂപയുടെ മാച്ചിലൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു 10% നമുക്ക് ഈ ഒരു ബോണസ് ക്യാഷിൽ നിന്ന് ബാക്കിയുള്ള 4.something നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ക്യാഷ് ആഡ് ചെയ്ത ആ ഒരു ആഡ് മണി ചെയ്ത ആ ഒരു ക്യാഷിൽ നിന്ന് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ബോണസ് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോണസ് ക്യാഷ് നിങ്ങൾക്ക് കുറേ ആയിട്ട് കിട്ടുന്നുണ്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെയായിട്ട് നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 ബോണസ് ക്യാഷ് കിട്ടും. അതുപോലെ തന്നെ വെരിഫൈ മെയിൽ, അതായത് ഇമെയിൽ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 ബോണസ് ക്യാഷ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ നെയിം ഇവിടെ ചേഞ്ച് ചെയ്തതിന് ശേഷം കൺഫേമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കൺഫേമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 5 സാലറി ഒരു വാലറ്റ് എന്നാണ്. അതേപോലെ നിങ്ങൾ ഇമെയിൽ കൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ നിങ്ങൾക്ക് ബോണസ് ക്യാഷ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ അതെന്തായാലും ക്ലെയിം ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, പിന്നെ നമുക്കിവിടെ മൈ ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കളിച്ച ഗെയിംസ്, നമ്മൾ വിൻ ചെയ്തോ ലോസ് ചെയ്ത ആ ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഗെയിം കളിച്ച് ലോസ്റ്റ് അതൊക്കെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു മൈ പ്രൊഫൈലിലാണ് നമ്മുടെ വാലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഓൾ ഗെയിംസിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കായിട്ട് ഒരുപാട് ഗെയിംസാണ്. അപ്പോൾ ഞാൻ ഒരു ഗെയിംസ് ഇപ്പോൾ ഇവിടെ ടൂർണമെൻറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, 3 രൂപ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് ടൂർണമെൻറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബാറ്റിലെടുത്തിട്ട് ഫ്രൂട്ട്സ് ലേസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ചിപ്സ് ബാറ്റിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പോയിട്ട് ക്യാഷ് ആഡ് ചെയ്യാതെ ഈ ഒരു ചിപ്സ് ബാറ്റിൽ നിന്നൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് സെറ്റായിട്ട് ശേഷം മാത്രം ക്യാഷ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 5 രൂപ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്റിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്യാഷ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് മൈ പ്രൊഫൈലിൻ്റെ സെക്ഷനിൽ വരാതിന് ശേഷം ആഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റുമ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം ഇവിടെ ആയിട്ട് നിങ്ങളുടെ പേടിഎം അക്കൗണ്ട് നിങ്ങളുടെ ലിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ OTP കൊടുത്തൊന്ന് ലിങ്ക് ചെയ്യുക. ഓക്കെ, പേടിഎമ്മിൻ്റെ മൊബൈൽ നമ്പറും OTP കൊടുത്തിട്ടൊന്ന് ലിങ്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ നമുക്കിവിടെ ആയിട്ട് ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിന് ഇവിടെ ഒരു 50-30 ഇങ്ങനെ സെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ആഡ് ചെയ്യാനുള്ള എക്സ്ട്രാ 5 രൂപ ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പേടിഎമ്മിൽ നിന്ന് ഇതിലോട്ട് ക്യാഷ് ആഡ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ പേടിഎം അക്കൗണ്ട് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ പേടിഎമ്മിലുള്ള ബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ആഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാനായിട്ട് പറ്റും ക്യാഷ്. ഓക്കെ, കാണാൻ പറ്റും 50 രൂപ ഞാൻ ആഡ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് ആഡ് ചെയ്യുക. അപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ ക്യാഷ് ആഡ് ആകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പം അവിടെ ലിങ്കായി കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഇതിലും വന്നിട്ട് പെട്ടെന്ന് തന്നെ ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ 50 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും ഗെയിം കളിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സ്ലീവ്സ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ 5 രൂപ കൊടുത്ത് ഇതിലോട്ട് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം 5 രൂപ കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 രൂപ ആയിട്ട് നമുക്ക് തിരിച്ചിരുന്നു. കാരണം നമുക്ക് യൂസ് 10% ബോണസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 രൂപയുടെ ബാറ്റിൽ നമുക്ക് 10% ബോണസിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 5 രൂപയുടെ ബാറ്റിൽ എടുക്കുകയാണ്. അത് കാണാൻ പറ്റും സെർച്ചിങ് ഫോർ എ പ്ലെയർ എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഒപ്പോയിനെ ഫൈൻഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാച്ച് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരാളെ ഒപ്പോയിൻറ്റിന് ഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഗെയിം കളിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഗെയിം കളിച്ച് കാണിച്ചു തരാം. അപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ കളിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെയിം കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തോറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ തോറ്റു. അപ്പോൾ ആൾ റീമാച്ചിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റിജക്റ്റ് ചെയ്യണം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗെയിം കളിക്കുക. അപ്പം ഞാൻ എന്തായാലും തോറ്റിട്ടുണ്ട്. അപ്പം സിമ്പിളാണ് ഗെയിം കളിക്കാനൊക്കെ, അടിപൊളിയാണ്. നല്ല ഒരു എന്താ പറയുക ഹാങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഗെയിം കളിച്ചത് എൻ്റെ ഇതിൽ നിന്ന് വാലറ്റിൽ നിന്ന് 5 രൂപ പോയിട്ടുണ്ട്. 4.5 രൂപ പോയിട്ടുണ്ട്. 5 പൈസ നമ്മൾ ബോണസ് ക്യാഷിൽ നിന്ന് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബോണസ് ക്യാഷിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗെയിം കളിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ തോറ്റിട്ടുണ്ട്. അപ്പം നമുക്കിനി വിഡ്രോ ചെയ്യുന്നത് ഞാൻ നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു റെഫർ ആൻഡ് പോളിസി ഉണ്ട്. പക്ഷേ അത് ഒരു യൂസും ഇല്ല. കാരണം നമുക്കൊരു റെഫർ ചെയ്യുമ്പോൾ 10 രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു എമൗണ്ട് നേരെ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബോണസ് ക്യാഷിലാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾ റെഫർ ചെയ്യാനൊന്നും പറയുന്നില്ല. റെഫർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും വിഡ്രോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പേടിഎമ്മിലോട്ടും വിഡ്രോ ചെയ്യുക, അതുപോലെ UPIയിലോട്ടും പിന്നെ ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ വെറും 10 രൂപ മാത്രമാണ്. അപ്പോൾ 10 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പേടിഎമ്മിലോട്ടോ UPIയിലോട്ടോ ബാങ്ക് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ വിഡ്രോയിലും വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. ക്യാഷൊക്കെ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ ക്യാഷൊക്കെ ആഡ് ചെയ്യുക. അപ്പം വേറെ ഒന്നുമില്ല, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനലിലാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കാം. നമ്മളെ ഗീവ് അവേയിലും ജോയിൻ ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മൾ സെക്കൻഡ് ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ടെലിഗ്രാമിലൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക. വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.